നാലുവട്ടം ഇപ്പൊ ഹിറ്റായിക്കോ. എനിക്ക് തോന്നുന്നു ഏത് കോളേജ് ഫംഗ്ഷനിൽ ചെന്നാലും പിള്ളേര് അതെടുത്തിട്ട് ഡാൻസ് ചെയ്യാനും കൂടുതലും എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ആ ഒരു പാട്ട്. അപ്പൊ നാലുവട്ടത്തിന്റെ സ്റ്റോറി എന്താ? ശരിക്കും പറഞ്ഞാല് ഈ സുലൈഖ മനസ് സിനിമയിലെ ഓളമപ്പ് ട്രാക്ക് അറിയാം, അതിന് വേണ്ടി ഡബ്സിങ് ചെയ്തത് മ്യൂസിക് ആണ് അത് ശരിക്കും. ഡബ്സിങ് തന്നപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെയ്തെടുത്താ. പിന്നെ ഡബ്സിങ് ഒന്നുകൂടെ BPM കൂടിയ ട്രാക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ SHMR എന്ന് പറഞ്ഞ വേറെ പ്രൊഡ്യൂസർ ഉണ്ട്, ആളാണ് പിന്നെ അത് ചെയ്തത് മ്യൂസിക്. ഈ സാധനം ഇതിവിടെ കിടക്കുന്നുണ്ട് ഇതിന്റെ മ്യൂസിക് മാത്രം. അപ്പൊ ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇതില് ഈ ബീറ്റിൽ എന്തെങ്കിലും കമ്പോസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ആ മൂഡിലൊരു സാധനം ഇങ്ങനെ ചെയ്ത് അത് ഞാനവിടെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് S ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യലൊക്കെ. അങ്ങനെ S ഇരിക്കുമ്പോൾ S ഇങ്ങനെ കേട്ടിട്ട് ഇത് മുകളിൽ എപ്പോൾ ഒരു ലിറിക്സ് ചെയ്തിടാറുണ്ട്. S ഇങ്ങനെ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇതിലൊരു 2 റൂമുണ്ട്, അപ്പുറത്തെ റൂം പോയിട്ട് ഓനൊരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് 4 വരി S എനിക്ക് ഉണ്ടാക്കിയിരുന്നത്. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല നായ്ച്ചും വട്ടം ആ സാധനം. അപ്പോൾ അത് ഓൻ എഴുതി തന്നെ. അങ്ങനെ ആ സാധനം ഇങ്ങനെ ആയി. പിന്നെ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പണിയെടുത്ത് കുറച്ചുകൂടെ ലിറിക്സ് കംപ്ലീറ്റ് ആക്കി ഇത് പാട്ടാക്കി വിടാന്നുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ബാക്കി കുറച്ച് ലിറിക്സ് എഴുതി എനിക്ക്. അപ്പോൾ എഴുതാൻ കുറേ ആൾക്കാർ സഹായിച്ചിരുന്നു ലിറിക്കാനൊക്കെ. ബാക്കി ഞാൻ തന്നെ എഴുതി അങ്ങനെ. പിന്നെ അതിൻ്റെ ഡ്രോപ്പ് ഉണ്ടാക്കി. പിന്നെ അതിലും ഈ പറഞ്ഞ ജോക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്.